ആധുനിക ജീവിതം വളരെ പുരോഗതിയിലാണ്. ജാതീയങ്ങളായ ഉച്ചനീചത്വങ്ങൾ, സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ ഒക്കെ വളരെ മാറിയിട്ടുണ്ട് എന്ന് നാം സ്പഷ്ടമായി കണ്ടെത്തുകയുണ്ടായി. പക്ഷെ ഈ രംഗത്തൊക്കെ നടന്ന വിപ്ലവാത്മകമായ വികാസ പരിണാമങ്ങൾ മനുഷ്യന്റെ വൈയക്തിക ആരോഗ്യത്തിൽ എത്രത്തോളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്, മനുഷ്യന്റെ കൗടുംബിക ആരോഗ്യത്തിൽ എത്രത്തോളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്, ഒരാരോഗ്യമുള്ള രാഷ്ട്രമെന്ന സങ്കല്പത്തിന് എത്രത്തോളം ഉചിതമായിട്ടുണ്ട്, ഇങ്ങനെ നോക്കിക്കാണുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. അതില് ജനിതക പരങ്ങളായ പരിണാമങ്ങൾ, അതില് ജനിതക ഗൂഢാലോചനയുടെ പരിണാമഭേദങ്ങൾ, കൗശിക ഗൂഢാലോചനയുടെ കോശസംബന്ധിയായ, കൗശികം കോശത്തെ സംബന്ധിക്കുന്നത്. പ്രാചീന ഭാരതത്തിൽ വിശ്വാമിത്രൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അന്നേ പേരെടുത്ത് വിളിക്കുന്നത് കൗശികൻ എന്നാണ്. ഒരു വളരെ വിപുലമായ ഒരു ശാഖ കോശവിജ്ഞാനത്തെക്കുറിച്ചുണ്ടായിരുന്നു. പ്രാചീന ഗ്രന്ഥങ്ങളെടുത്ത് നിങ്ങൾ പഠിച്ചാൽ യുവതലമുറ തഞ്ചാവൂർ വസന്തമഹൽ ലൈബ്രറിയിൽ ചെന്ന്, ഇന്ത്യയിലെ പേരുകേട്ട ലൈബ്രറികളിലൊന്നാണ് വസന്തമഹൽ ലൈബ്രറി. ഒട്ടേറെ പേരുകേട്ട പുസ്തകാലയങ്ങൾ നമുക്കുണ്ട്. ഭാഗ്യമോ ദൗർഭാഗ്യമോ എന്ന് പറയട്ടെ, ആ പൗരാണികമായ ഭാരതീയമായ ഗ്രന്ഥസമുച്ചയങ്ങളോട് എന്തുകൊണ്ടോ നാം പുലർത്തിപ്പോന്ന അവഗണനയും അവജ്ഞയും ലോകത്തിനാകെ ലഭിക്കാവുന്ന ഒട്ടേറെ അറിവുകളുടെ ലോകങ്ങളെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. വളരെ രാജാക്കന്മാർ അറിവിനെ തമസ്കരിക്കുന്നതിൽ മുൻപിൽ നിന്നിട്ടുണ്ട്. വളരെ പേർ നിഷ്പക്ഷമായ അറിവിനെ സമുദ്ധരിക്കുന്നതിന് കൂട്ടുനിന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് വസന്തമഹൽ ലൈബ്രറിയുടെ സ്ഥാപകൻ തന്നെ. അദ്ദേഹത്തിന്റെ തന്നെ ഗ്രന്ഥങ്ങൾ വളരെയാണ്. തഞ്ചാവൂർ മറ്റനേകം ലൈബ്രറികളുണ്ട്. തക്ഷിലയുടെയും നളന്തയുടെയും ഒക്കെ അവദാനങ്ങൾ പേറുന്ന ഒട്ടേറെ ഗ്രന്ഥശാലകളുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ വേണ്ടത്ര മാൻസ്ക്രിപ്റ്റുകളുണ്ട്. വർഷം തോറും സമീപത്തുനിന്ന് കുറേ പനയോല കൊണ്ടെന്ന് കത്തിച്ചു കളഞ്ഞ് 5 കൊല്ലത്തെ നഷ്ടപ്പെട്ടു, 6 കൊല്ലത്തെ നഷ്ടപ്പെട്ടു എന്ന് റെക്കോർഡ് എഴുതി വെച്ച് പോരുന്ന ഒരു സമ്പ്രദായവും യൂണിവേഴ്സിറ്റി ലൈബ്രറികളിൽ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. പ്രമുഖരായ പലരും അതിൻ്റെ സാരഥ്യം വഹിക്കുമ്പോൾ ചെതലെടുത്തു പോയി, എഴുത്തു മാഞ്ഞുപോയി, താളിയോലകൾ പുഴുതുന്നുപോയി എന്നെല്ലാം. അടുത്ത കാലത്ത് നിങ്ങളുടെ നാട്ടിലെ കളക്ടർമാർ വീടുകൾ കയറി താളിയോലകളൊക്കെ പൊതുസ്വത്താണ്, അതുകൊണ്ട് വീടുകളിൽ വെച്ചുകൂടാ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടു പോകുന്ന ഒരു സമ്പ്രദായവും ഉണ്ടായിരുന്നു. ഇനിയും അവ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ വടക്കൻ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് കോഴിക്കോട് ജില്ല വരെ പൂർണ്ണമായി വീടുകളും അതുപോലുള്ള
സ്വകാര്യ സ്ഥലങ്ങളും പഴമയുടെ താളിയോലകളിൽ നിന്ന് പൂർണ്ണമായി മുക്തമായിട്ടുണ്ട്. വടക്കൻ കേരളം ഇനിയും മുക്തമായിട്ടില്ലെന്നാണ് എൻ്റെ ധാരണ. ഇവിടുത്തെ കളരികളിലും ഇവിടുത്തെ തറവാടുകളിലും ഒക്കെ ഇനിയും ഒട്ടേറെ താളിയോലകൾ അവശേഷിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എടുത്തു വായിക്കുകയോ അതിലെന്തിരിക്കുന്നുവെന്ന് നോക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും പൗർണമി നാളിലൊക്കെ എടുത്തൊരു പൂജ ചെയ്ത് തിരിച്ചു വയ്ക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ശരിയല്ല, ശരിയല്ല. പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നുന്നു. പ്രതികരിക്കാം. അവയിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്നും അവ എത്രത്തോളം പ്രായോഗികമാണെന്നും നോക്കിയിട്ട് മനുഷ്യൻ ഉപദ്രവകാരികളാണെങ്കിൽ അവയെ നശിപ്പിക്കുന്നത് ഉചിതമാണ്. എന്താണെന്ന് തിരിഞ്ഞു നോക്കാതെ അവയെ നശിപ്പിക്കുന്നുവെങ്കിൽ നാളെ ഒരു ജനത ദുഃഖിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഒരിക്കൽ കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ശിരസിലും കൈയുടെ പേശികളിലും വയറിലും ചെറിയ കുപ്പിച്ചില്ലുകളുടെ തരി കടന്നുകൂടാനിടയായി. ഉള്ളിലാണ് പെട്ടിരിക്കുന്നത്. എടുത്തു കളയാൻ നിവർത്തിയില്ല. വളരെ ചെറുതായതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് മുഴുവൻ മാറ്റാൻ പറ്റില്ല. അദ്ദേഹം അന്വേഷിച്ച പരിചയമുള്ള ഒരാൾ പറഞ്ഞു, വടക്കൻ കേരളത്തിൽ ഒരു കൊയ്യൻ എന്ന് പറയുന്ന കുടുംബമുണ്ട്. അവിടെ ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അയാളുടെ ചുമതലയിലിരിക്കുന്ന താളിയോലകളിൽ ഇതിൻ്റെ രഹസ്യമുണ്ട്. പോയി ഒന്ന് അരച്ചിട്ട് നോക്കുക എന്ന് പറയും. മരുന്നരച്ച് വടിക്കുന്ന ഒരു സമ്പ്രദായം. അദ്ദേഹം ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആളിപ്പോൾ ഇല്ലെന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾ അറിയുന്ന ആളുമായിരിക്കും ഞാൻ പറഞ്ഞ പേരുകാരൻ. അല്ല, മെല്ലെ അരച്ചു പുരട്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ സാധനം എല്ലാം പുറത്തേക്ക് വന്നു. വളരെ ചെറിയ മരുന്നുകളാണ്. എല്ലാം കൂടിയൊരു അന്നത്തെ നിലയിലൊരു 3 രൂപ 50 പൈസയുടെ സാധനമേ ഉള്ളൂ. ഇതെഴുതി വച്ചിരിക്കുന്ന ഒരു താളിയോലയെ അറിയാതെ പൂജിക്കുന്നവനും അത് അന്ധവിശ്വാസമെന്ന് നിഷേധിക്കുന്നവനും ഒരേ പട്ടികയിലാണ്. വ്യത്യാസമൊന്നുമില്ല. കാരണം അതിൻ്റെ ഉപയോഗം അറിയാത്തവരാണ്. ഇത്തരം ഗ്രന്ഥങ്ങളിൽ ഒട്ടേറെ അറിവുണ്ട്. അതിൽപ്പെട്ടതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കൗശിക വിജ്ഞാനത്തിൻ്റെയും മറ്റും ശാഖ. അത്തരം ഗ്രന്ഥങ്ങളെ സൂക്ഷിച്ച് നിങ്ങൾ വായിക്കാൻ ഒരിക്കൽ ഇടയായാൽ പ്രാചീന ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് വ്യാവസായിക പുരോഗതിയുടെ ഭാഗമായി നമ്മളിൽ വന്ന ആഹാരത്തിൽ വന്ന പരിണാമം. അതിന് ഞാനൊരു അടുക്കിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഇന്നലെ ആദ്യം നമ്മൾ പറമ്പിൽ കുഴിച്ചു വെച്ചു, അതെടുത്ത് കഴിക്കാൻ തുടങ്ങി. അല്പം ആലസ്യം വന്നപ്പോൾ അത് വാങ്ങാൻ തുടങ്ങി. മുളക്, മല്ലി, ജീരകം,
തേങ്ങ, മാങ്ങ എല്ലാം വാങ്ങിക്കുന്ന സമ്പ്രദായമായി. ഔട്ട്സോഴ്സിംഗ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അതിന് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയാമെന്ന് തോന്നുന്നു. മറ്റുള്ളവൻ ഉൽപ്പാദിപ്പിക്കുക, അതിനെ വിലയ്ക്ക് വാങ്ങുക. അധ്യാപകൻ, എഞ്ചിനീയർ, ഡോക്ടർ ഒക്കെ പണ്ടും ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് 10 ചീനിക്ക് വെള്ളമൊഴിച്ചിട്ട് 4 വാഴയുടെ ചോട്ടിൽ കിളച്ചിട്ട് ജോലിക്ക് പോയിരുന്ന സ്ഥാനത്ത് അത് മാന്യതയ്ക്ക് കുറവാണെന്ന് കണ്ടെത്തുകയും കൃഷി അവന്റെ ജീവിതത്തിൽ നിന്ന് അന്യമാവുകയും കാർഷിക വസ്തുക്കൾ അവൻ ഔട്ട്സോഴ്സിങ്ങിലൂടെ കണ്ടെത്തുവാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അവന്റെ സ്വഭാവത്തിൽ വന്ന പരിണാമം, അവന്റെ കോശങ്ങൾക്ക് വന്ന മാറ്റം, അവധി ദിവസങ്ങളെപ്പോലും ആലസ്യത്തിന്റെ രംഗവേദിയാക്കി മാറ്റിയപ്പോൾ അവനുണ്ടായ പരിണാമഭേദങ്ങൾ അത്രയും ചേർത്ത് വെച്ച് നോക്കിയാൽ 1-ാം ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവും. 2, അത് പൊടിച്ചതും മറ്റുള്ളതുമായത് വാങ്ങിക്കുന്ന സമ്പ്രദായത്തിലേക്ക് കുറെ കൂടെ പുരോഗമിച്ചു അടുത്ത തലമുറ. കാരണങ്ങളൊക്കെ ആലസ്യത്തിൽ കുതിർന്നതാണ്. സമയക്കുറവ്, കഷ്ടപ്പാട്, ഇതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടാകാമായിരുന്ന തലമുറയിൽ അതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ സാധനങ്ങളെല്ലാം കൃത്യമായി പ്രോസസ്സ് ചെയ്ത് വാങ്ങിക്കുന്ന ഒരു ഔട്ട്സോഴ്സിങ്ങിലേക്ക് നാം വളർന്നു. പിന്നീടാണ് കുറച്ചുകൂടെ കൂടിയ തരത്തിൽ പാചകം ചെയ്ത് ലഭിക്കുന്നതിലേക്ക് നാം പരിണമിച്ചു. ആധുനിക ശാസ്ത്രവികാസത്തോടുകൂടി ആ പാചകം ചെയ്ത വസ്തുക്കൾ വാങ്ങാൻ തുടങ്ങിയ നമ്മൾ ദിവസങ്ങളോളം സൂക്ഷിക്കാനുള്ള ഉപകരണങ്ങളും കണ്ടെത്തി. ഇന്ന് 1 മാസത്തേക്കുള്ള പൊറോട്ട അടിച്ചു വാങ്ങിക്കുക. വീടുകൾ മാത്രമല്ല, നിങ്ങളുടെ ഹോട്ടലുകൾ പോലും. നാം കാണുന്ന പല ഹോട്ടലുകളിലും പ്രോസസ്സിംഗ് ഇല്ല, വിപണനം മാത്രമേ ഉള്ളൂ. വൻതോതിൽ കുടിയിടകളിൽ ഉണ്ടാക്കുന്ന പൊറോട്ടയും ഇഡലിയും ദോശയും പുട്ടും കടലയും ഉപ്പുമാവും ഇടിയപ്പവുമെല്ലാം വരാവുന്ന ആളുകളുടെ എണ്ണത്തെ കണക്കാക്കി, അവധി ദിവസങ്ങളെ കണക്കാക്കി നേരത്തെ വാങ്ങി ശേഖരിച്ചു വെച്ച് സമയത്തെടുത്ത് ചൂടാക്കി തരുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വികസിച്ചപ്പോൾ ഭക്ഷണത്തിന്റെ ഔട്ട്സോഴ്സിംഗ് വളരെ ശക്തമായി തീർന്നിട്ടുണ്ട്. ഒക്കെ ചെന്നാൽ ഫ്രഷായിട്ടുള്ള ആഹാരം ഉണ്ടാക്കി തരും വീടുകളിൽ. മക്കൾക്ക് ജോലി കഴിഞ്ഞ് വന്നാൽ, സ്കൂളിൽ നിന്ന് വന്നാലൊക്കെ ബായി വരുന്നത് 14 ദിവസത്തേക്ക് ഒന്നിച്ചുണ്ടാക്കി വെക്കാനാണ്. 10 വീട്ടിലെ ജോലി ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഉണ്ടാക്കി ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചാൽ 15 ദിവസത്തേക്ക് ഇതെടുത്ത് ചൂടാക്കുന്ന സമ്പ്രദായത്തിലേക്ക് നാം ഇന്നെത്തിയിരിക്കുന്നു. ഇത് വലിയ മാറ്റമാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സമയവും കഷ്ടപ്പാടില്ലായ്മയും കിട്ടിയിട്ടുണ്ട്. വലിയ നേട്ടമാണ്. പുസ്തകങ്ങൾ വായിക്കാൻ സമയം ലഭിച്ചു. സാമൂഹ്യ പ്രവർത്തനത്തിന് ഒട്ടേറെ സമയമുണ്ടായി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക കാര്യങ്ങളിലെല്ലാം ഇടപെടാനുള്ള താല്പര്യത്തിനനുസരിച്ചുള്ള പരിണാമമുണ്ടായി. ഇതെല്ലാം വളരെ വലിയ മാറ്റമാണ്. ഈ മാറ്റം സംഭവിക്കുമ്പോൾ അത് വ്യക്തിയിലും കുടുംബത്തിലുമുള്ള ആരോഗ്യത്തിൽ വന്ന പരിണാമം.
ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പര്യായമായ ഫ്രിഡ്ജും ഫ്രീസറും ആരോഗ്യത്തിനുതകുന്ന ഒന്നായിരിക്കുമോ എന്ന് നാം അന്വേഷിച്ചില്ല. തൊട്ടടുത്ത ലാബിൽ നിന്നൊരു മൈക്രോസ്കോപ്പ് വാങ്ങിക്കൊണ്ടുപോയി ആ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്ന 5 ദിവസമായ ഉഴുന്ന് അരി ചേർത്തരച്ചു വെച്ച ഇഡലിക്കുള്ള മാവ് എടുത്ത മൈക്രോസ്കോപ്പിലൂടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, അതിനകത്തു വെച്ച തൈര് എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, അതിൽ തണുപ്പിക്കുവാൻ വെച്ചിരിക്കുന്ന കസ്റ്റാർഡും അതിൽ തണുപ്പിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സലാഡും അതിനകത്ത് വെച്ചിരിക്കുന്ന മൊട്ടായിയും അതിനകത്ത് എടുത്തു വച്ചിരിക്കുന്ന പാചകം ചെയ്ത മത്സ്യവും മാംസവും സാമ്പാറും അവിയലും എടുത്ത് പലപ്പോഴും നല്ല അടപ്പ് കൃത്യമായി അടയുന്നതുള്ളത് കൊണ്ട് അടച്ചുപോലും വയ്ക്കാത്ത ഭക്ഷണങ്ങൾ, അങ്ങനെ പറയാവോ? അങ്ങനെ പറയാവോ? അങ്ങനെ ഉപയോഗിക്കാവോ എനിക്ക് ഭാഷ? നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ മോര് വയ്ക്കുമ്പോൾ, തൈര് വയ്ക്കുമ്പോൾ, മാവ് അരച്ച് അരിമാവ് വയ്ക്കുമ്പോൾ, അതിൽ മാംസവും മത്സ്യവുമെല്ലാം പാചകം ചെയ്ത് കയറ്റി വയ്ക്കുമ്പോൾ അവ അതിനടപ്പുണ്ടല്ലോ, അതിനകത്ത് എട്ടുകാരിയോ പഴുതാരിയോ ഒന്നും കയറുകയില്ല, പിന്നെ എന്തിനാ അടയ്ക്കുന്നത്, ഒരടപ്പൂടെ എന്തിന് കഴുകണം എന്നോർത്ത് അടയ്ക്കാതെ വയ്ക്കുമോ? ഇല്ലെന്ന് ഉത്തരം പറയാമല്ലേ? അടയ്ക്കാതെ വെക്കും. അതിലൊന്നെടുത്ത് നാം ആദരിച്ച് വലിയ പൈസ കൊടുത്ത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വരദാനമായി വാങ്ങിച്ചു വച്ചിരിക്കുന്ന ഈ തണുപ്പുളവാക്കുന്ന നമ്മുടെ ആഹാരങ്ങളെ അനേക ദിവസങ്ങളിലേക്ക് സൂക്ഷിക്കാൻ ഉപയുക്തമായ ഇതിനകത്തു വച്ചിരിക്കുന്ന പാചകം ചെയ്ത ഒരു പദാർത്ഥമെടുത്ത് ഒരു മൈക്രോസ്കോപ്പിലൂടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ പഠിച്ച നിങ്ങളുടെ കണ്ണുകളൊന്ന് നോക്കിയാൽ, ഞാൻ പറയുന്നത് വിശ്വസിക്കരുത്, നോക്കണം. ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെയും ഹ്യൂമൻ ബർ വൈറസിൻ്റെയും ഹ്യൂമൻ ചൈൽഡ് വൈറസിൻ്റെയും ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസിൻ്റെയും ലോകങ്ങൾ ഈ രാജ്യത്തേക്ക് വിതയ്ക്കുന്നത് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപകരണങ്ങളാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിക്കുകയും അതിനനുഗുണമായി നിങ്ങൾ ആലസ്യത്തിലേക്ക് വീഴുകയും കച്ചവട കണ്ണുകൾ നിങ്ങളെ പിടിച്ചു വലിക്കുകയും എളുപ്പത്തിനു വേണ്ടി നിങ്ങൾ ഇവയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഇന്ത്യയുടെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ നിന്ന് അണുക്കളെയും മൈക്രോബുകൾ അണുകങ്ങളെയും വൈറസുകളെയും അമീബകളെയും സൃഷ്ടിക്കുവാനും വളർത്തുവാനും സുപ്തമാക്കി വയ്ക്കുവാനും പ്രചരിപ്പിക്കുവാനും കഴിയുന്ന അസാധാരണമായ ഒരു ലോകത്തേക്ക് നാം വികസിക്കുകയായിരുന്നു. അടക്കി വച്ചിരുന്ന നിയമങ്ങൾ കൊണ്ട് പിടിച്ചു നിർത്തിയിരുന്ന ഇന്ത്യൻ മനസ്സുകളിലേക്ക് ലൈംഗികത കലർത്തിയ പരസ്യങ്ങളുടെ മാതൃകകൾ കടന്നു വന്നപ്പോൾ അവ നിങ്ങളെ ആതുരമാക്കുക മാത്രമല്ല ചെയ്തത്, അവയിലൂടെ നിങ്ങൾ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കേന്ദ്രത്തിൽ അസാധാരണമാം വിധം വൈകല്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
21-ാം നൂറ്റാണ്ടിലേക്ക് പദമൂന്നുമ്പോൾ, സപ്തസാഗരങ്ങളെ നിങ്ങൾ ഉഴുതുമറിച്ച് കഴിയുമ്പോൾ, ഗോളാന്തര ജൈത്രയാത്ര നടത്തി കഴിയുമ്പോൾ, വയലാറിൻ്റെ ഭാവനയിൽ തന്നെ കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ, കുതറിത്തുള്ളിക്കൊണ്ടൻ ചാട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നീലേ അണ്ടകടാഹങ്ങൾ, നീലാകാശവാനിലെ ശുദ്ധതാരകയെ വിളറിയ നിൻമുഖം കാണട്ട ഞാൻ, നിന്റെ നാട്ടിലെ നീലത്തുളസിക്കൊടിത്തോപ്പിൽ നിന്നു നീ നുള്ളിക്കൂട്ടും പിഞ്ചു വെറ്റിലകളും, ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും, വാനിൻ ചെങ്കനൽ ചൂളയ്ക്കുള്ളിൽ നീറ്റിയ ചുണ്ണാമ്പുമായി അമ്പിളി താമ്പാളം നീട്ടിക്കൊണ്ടൊരു നീലത്തുമ്പിയെപ്പോലെ നീ നിന്നു മാനത്തു നൃത്തം വയ്ക്കേ സ്വീകരിക്കാറുണ്ടെന്നും ഞാനവ തിരക്കിട്ടു പോകും ഈ പോക്കിൽ ചക്രവാളത്തിൽ നീട്ടിത്തുപ്പി. അത്രയും വികസിച്ച ശാസ്ത്രം. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾ അവിടെയാണ് ജീവിക്കുന്നത്. ജീവിതായോധനത്തിൻ്റെ ഈ അത്യുച്ച മേഖലയിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിങ്ങൾക്കൊരുക്കിത്തന്ന രംഗവേദികളിൽ നിന്ന് എങ്ങനെയാണ് ആഡംബരവും ആധുനികതയും വ്യാവസായികതയും പുരോഗതിയും ആതുര സംസ്കാരത്തിനു വഴിമാറിക്കൊടുക്കുന്നതെന്ന് ഇരുന്ന് ആലോചിച്ച് പഠിച്ച് അപഗ്രഥിച്ച് തീരുമാനത്തിലെത്തുക. ഞാൻ പറയുന്നത് വിശ്വസിക്കരുത്. വീട്ടിൽ ചെന്ന് ഒരു മൈക്രോസ്കോപ്പ് വാടകയ്ക്കെങ്കിലും എടുത്ത് നിങ്ങളുടെ ഫ്രിഡ്ജിലിരിക്കുന്ന പദാർത്ഥങ്ങളിൽ വൈറസ് ഇല്ല, അമീബയില്ല, ബാക്ടീരിയയില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ ആ ശാസ്ത്രം നിങ്ങൾക്ക് അനുകൂലമാണ്. സൂര്യന്റെ പ്രകാശത്തിൽ അണുകങ്ങൾ പലതും ജീവിക്കില്ല. അതുകൊണ്ട് സൂര്യൻ ഏറ്റവും വലിയ അണുനാശകമാണ്. ഒരു ഭാഗത്ത് നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ നിയമം ഇതുവരെ നിയമപരമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും നിയമത്തിൻ്റെ പട്ടികയിൽ പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിൽ നിയമപരമല്ലാതെ ചെയ്യുന്ന ഒന്നാണത്. നിയമസാധുതയില്ലാത്ത ഒന്നാണത്. അത് നിങ്ങൾക്ക് അന്വേഷിക്കാം. യാതൊരു നിയമസാധുതയുമില്ലാതെ ചെയ്യുന്ന കൃത്രിമ ബീജസങ്കലന കേന്ദ്രങ്ങളിൽ മനുഷ്യന്റെ ബീജവും അണ്ടവും മരിക്കാതിരിക്കണമെങ്കിൽ തണുപ്പിച്ചാണ് കൊണ്ടുവരുന്നത്. അത് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവാൻ വിഷമമുണ്ടാവില്ല. എങ്കിലും നിങ്ങൾ പോയി ഒരു മൈക്രോസ്കോപ്പ് വാങ്ങിച്ചു നോക്കി കണ്ടിട്ട് തീരുമാനിക്കണം. വെറുതെ തീരുമാനിക്കരുത്. എത്ര തരം അണുകങ്ങൾ അവയിൽ വളരുമെന്ന് നോക്കണം. സുപ്തമായിരിക്കുമെന്നല്ല. എത്ര തരം അണുകങ്ങളെ അവയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് നോക്കണം. അവയെല്ലാം ആരോഗ്യരംഗത്ത് ആരോഗ്യ സംസ്കൃതിയിൽ നിന്ന് ആതുര സംസ്കൃതിയിലേക്ക് നമ്മെ മാറ്റിയെടുക്കുന്നതിൽ പര്യാപ്തമാണെന്ന് നോക്കണം. രസാവഹമായ ഒരു കാര്യവും കൂടി പറയട്ടെ.
ഇന്ത്യയിലെ പ്രസിദ്ധമായൊരു പതോളജിസ്റ്റിനെ പോയി ഒരാൾ കണ്ടിട്ട് അയാളോട് ചോദിച്ചു, ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാനാണ്, ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ അണുകങ്ങൾ വളരും, ഇന്ന വൈറസ്, ഇന്ന അമീബ, ഇന്ന ബാക്ടീരിയ അവയിലാണ് വളരുന്നത്. നിങ്ങൾ എന്താണ് ഇത് പ്രസിദ്ധീകരിക്കാത്തത്? അയ്യോ, അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ സാമൂഹിക പുരോഗതിയിൽ വളരെ പങ്കുവഹിക്കുന്ന ഒന്നാണത്. ശരി, നിങ്ങൾക്കിപ്പോൾ അതൊന്ന് എഴുതിത്തരാമോ, ഇന്നതൊക്കെ വളരുന്നത് അതിലാണെന്ന്? ഇല്ല, തരാൻ പറ്റില്ല. മറ്റൊരു പ്രശസ്തമായ ലാബിൽ ചെന്ന് ഒരു കേണൽ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ഡെറാഡൂൺ ക്യാമ്പിൽ -3 ഡിഗ്രി സെന്റിഗ്രേഡിൽ വരെ തണുപ്പെത്തും. അവിടെ ഞങ്ങളുടെ ഗോതമ്പും മൈദയും റവയുമൊക്കെ തണുപ്പിലിരിക്കുമ്പോൾ അതിലെന്തെങ്കിലും വൈറസോ അമീബയോ ബാക്ടീരിയോ ഉണ്ടാകാൻ ഇടയുണ്ടോ? കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ക്യാമ്പിൽ 10-20 പേർക്ക് ഭക്ഷ്യ വിഷബാധ പോലെ ഉണ്ടാവുകയുണ്ടായി. അതറിയാൻ വന്നതാണ്, അതുകൊണ്ടൊരു പേപ്പർ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെഴുതി കൊടുത്തു, തണുപ്പിലാണ് ഇതെല്ലാം വളരുന്നത്. ആദ്യത്തത് എന്താണ് എഴുതാത്തത്? നമ്മുടെ വ്യാവസായിക പുരോഗതിക്ക് ആ അറിവുകൾ വിലങ്ങുതടിയാണ്. അപ്പോൾ അത് ആരോഗ്യത്തിന് വിലങ്ങുതടിയാവുന്നില്ലേ? അത് സാരമില്ല എന്ന ഉത്തരമാണ് ഉണ്ടായത്. ഇവിടെയാണ് നിങ്ങൾ ചെറുപ്പം കളഞ്ഞ് പഠിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് കേരളത്തിലുടനീളം എത്തിക്കഴിഞ്ഞ ഒരു ഉപകരണമാണ് മൈക്രോവേവ് ഓവൻ. ശാസ്ത്രത്തിന്റെ സംഭാവനയാണ്. നിങ്ങളുടെ ഒക്കെ വീടുകളിൽ കാണും. പാത്രം ചൂടാകാതെ അകത്തുള്ള സാധനം ചൂടാക്കുന്നതിന് പറ്റുന്ന ഒരു ഉപകരണം കൂടിയാണ്. ശരിയാണ്, ശരിയാണ്. അതിൽ ചൂടാക്കി കഴിക്കുമ്പോൾ പഠിപ്പുള്ള നിങ്ങൾ, ഇന്നലെ ഇത് ഉപയോഗിച്ചിരുന്നു നിങ്ങളുടെ അപ്പൂപ്പനെങ്കിൽ വിവരക്കേടുകൊണ്ടാണ്. വിവരമുള്ള അധ്യാപകനും എഞ്ചിനീയറും ഡോക്ടറുമൊക്കെ അടങ്ങുന്ന നിങ്ങൾ, അവരൊക്കെയാണിത് വാങ്ങുന്നതെന്ന് തോന്നുന്നു. അവരൊക്കെയാണിത് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. അല്ല, അല്ല. അത് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അതിന്റെ ബ്രോഷറിൽ എഴുതിയിരിക്കുന്നതെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ട് അത് ടിഷ്യൂവിനെയാണ് കൈനറ്റിക് എനർജി ഉപയോഗിച്ച് ത്വരിതപ്പെടുത്തുന്നതെന്നും കണ്ടക്ഷനോ കൺവെക്ഷനോ റേഡിയേഷനോ അല്ല പ്രവർത്തിക്കുന്നതെന്നും, ടിഷ്യൂവിൽ നിന്ന് ടിഷ്യൂവിലേക്ക് ഊർജം കടത്തിവിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഒരണുകങ്ങളെങ്കിലും ചാകുന്നില്ലെന്നും തിരിച്ചറിയേണ്ടതാണ്. എളുപ്പത്തിനൊരു ബ്രെഡ് എടുത്ത് ഉറുമ്പ് നിറച്ച് കയറിക്കഴിഞ്ഞ് എടുത്തു വെച്ചൊന്ന് ചൂടാക്കി നോക്കുക. ഒരു ഉറുമ്പ് പോലും ചാവില്ല.